2025 ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്? ഈ പറയുന്ന കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് 2025 ഫെബ്രുവരി 1-ന് നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള 8ാമത്തെ ബജറ്റാണ് ഈ പറയുന്ന 2025-26 കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. 8ാമത്തെ തുടർച്ചയായിട്ടുള്ള ബജറ്റാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ച ധനമന്ത്രി എന്ന് പറയുന്നതും നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നുള്ള റെക്കോർഡ് നിർമ്മല സീതാരാമനാണ്. 7 പൊതു ബജറ്റും ഒരു ഇടക്കാല ബജറ്റും കൂടി ചേർത്ത് മൊത്തത്തിൽ 8 ബജറ്റാണ് നിർമ്മല സീതാരാമൻ ഇതുവരെ അവതരിപ്പിച്ചത്. 2025-26 കേന്ദ്ര ബജറ്റിന്റെ പ്രമേയം എന്ന് പറയുന്നത് സബ്കാ വികാസ് എന്ന് പറയുന്നതാണ്. കേന്ദ്ര ബജറ്റിന്റെ പ്രമേയം എന്ന് പറയുന്നത് സബ്കാ വികാസ്. 2025-26 ബജറ്റ് നമ്മൾ 4 കാര്യങ്ങളാണ്, 5 അല്ല 4 എഞ്ചിനുകളായിട്ടാണ് ഈ കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചത്. അതായത് 4 വികസന മേഖലകൾ, അതിനെ എഞ്ചിനുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ 4 വികസന എഞ്ചിനുകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിനകത്ത് 1ാമത്തെ വികസന എഞ്ചിൻ എന്ന് പറയുന്നത് കൃഷിയാണ്. അതായത് കൃഷിയുടെ വികാസം അല്ലെങ്കിൽ കൃഷിയുടെ വികസനം എന്നുള്ളതായിരുന്നു 1ാമത്തെ എഞ്ചിൻ എന്ന് പറയുന്നത്. 2ാമത്തേതെന്ന് പറയുന്നത് ചെറുകിട സംരംഭങ്ങളുടെ ഉയർച്ച, ചെറുകിട സംരംഭങ്ങൾ ഉയർന്നു വരേണ്ട ആവശ്യകതയാണ് 2ാമത്തെ എഞ്ചിനായിട്ട് പറയുന്നത്. അത് MSME എന്നാണ് അറിയപ്പെടുന്നത്. MSME അതാണ് 2ാമത്തെ എഞ്ചിനായിട്ട് ബജറ്റിൽ പറഞ്ഞത്. ഇനി 3ാമത്തെ എഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസന എഞ്ചിൻ എന്ന് പറയുന്നത് നിക്ഷേപമാണ്, രാജ്യത്തുള്ള നിക്ഷേപമാണ്. ഇനി 4ാമത്തെ രാജ്യവികസന എഞ്ചിനായിട്ട് പറയുന്നത് കയറ്റുമതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 എഞ്ചിനുകളാണ് 2025-26 കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. 2025-26 ബജറ്റിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഖാന ബോർഡ് എന്ന് പറയുന്നത് ബീഹാറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ദൗത്യം തുടങ്ങി. മഖാന ബോർഡ് ബീഹാറിൽ വരുന്നതിന്റെ ആവശ്യകതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ മഖാന ബോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമരവിത്തിന്റെ ഉൽപാദനം, അതിന്റെ വിതരണം, അതിന്റെ സംഭരണം ഇവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോർഡാണ് മഖാന ബോർഡ്. അപ്പോൾ അത് ബീഹാറിൽ തുടങ്ങുന്നതിന്റെ അല്ലെങ്കിൽ വരുന്നതിന്റെ ആവശ്യകതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ പറയുന്ന ബജറ്റിൽ പരാമർശിച്ച ഒരു പ്രമേയമാണ്. അതുപോലെ അടുത്തൊരു കാര്യമാണ് ബജറ്റിൽ വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ടാക്സിൽ നിന്ന് ഒഴിവാക്കി, അവരെ ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു കാര്യം ബജറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 12 ലക്ഷം വരെ ഉള്ളവരെ ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു കാര്യം ബജറ്റിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 5 ലക്ഷം രൂപ വരെ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭ്യമാക്കുന്നു. ആ പരിധി ഉയർത്തി. ആദ്യം 3 ലക്ഷം രൂപയായിരുന്നു, പിന്നീട് അത് 5 ലക്ഷം രൂപ വരെ എന്നുള്ള പരിധിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. 3 ലക്ഷം ആയിരുന്നു, ഇപ്പോൾ അത് 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തുകയുണ്ടായി. അടുത്തത് 2025-26 കേന്ദ്ര ബജറ്റിലെ പ്രമേയമായ ഒരു വിഷയമാണ് ഉഡാൻ 2.0 പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഉഡാൻ 2.0 പദ്ധതി പറയുന്നത് രാജ്യത്തിലെ പ്രദേശങ്ങളെ വിമാനത്താവളങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക. അതായത് കൂടുതൽ വിമാനത്താവളങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിലുള്ള ഓരോ പ്രദേശങ്ങളെയും ഈ പറയുന്ന വിമാനത്താവളങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കൂടുതലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി കൂടുതലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഉഡാൻ 2.0 പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2025-26